സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി അവസാനിച്ചത്. സൗദി അറേബ്യയിലെ ബലിപെരുന്നാൾ അവധിക്ക് മുൻപേ അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിയമസഹായ സമിതി. ശരത്ത് SSI വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരത്ത്, കേരളമാകെ ഒരുമിച്ച് നിന്ന് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപയാണ് സമാഹരിച്ച് ദിയാധനമായി നൽകിയത്. പലതവണ സാങ്കേതിക കുരുക്കിൽപ്പെട്ട ഈ മോചനം നീണ്ടുപോവുകയായിരുന്നു. 20 വർഷമായി റഹീമിന്റെ ഉമ്മ കാത്തിരിക്കുകയാണ് മകനെ. ഉടൻ ഒരു മോചനം ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ എന്താണ് അതിലൊരു പ്രശ്നം വന്നിരിക്കുന്നത്? ഉടൻ തന്നെ നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതകളല്ലേ ഉള്ളത്? ഷിയാസ്, നിലവിൽ അതായത് സാങ്കേതികമായി പ്രശ്നങ്ങളില്ല. നിലവിൽ അതായത് ഈ ഔദ്യോഗിക സ്ഥാപനങ്ങൾ പലതും അവധിയാണ് ബലിപെരുന്നാളായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോചനം ഇത്തരത്തിൽ ശിക്ഷാ കാലാവധി അവസാനിച്ചെങ്കിലും മോചനം അത് പൂർത്തിയായില്ല എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും അത്തരത്തിലുള്ള മോചന ശ്രമം ഈ നിയമസഹായ സമിതിയും ഒപ്പം ഇന്ത്യൻ എംബസിയും അബ്ദുൾ റഹീമിൻ്റെ കുടുംബവും അടക്കം ശക്തമായ രീതിയിൽ ഇടപെട്ട് തുടരുന്നുണ്ട്. എത്രയും വേഗം അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ വിവിധ നിയമസഹായ സമിതി അടക്കമുള്ള അത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് 20-ാം തീയതിയാണ് അബ്ദുൾ റഹീമിൻ്റെ ശിക്ഷാ കാലാവധി അവസാനിച്ചത്. സാധാരണഗതിയിൽ ശിക്ഷാ കാലാവധി അവസാനിച്ചാൽ അത്തരത്തിൽ എക്സിറ്റ് വിസ അടിച്ച് പുറത്തേക്ക് നാട് കടത്താറാണ് പതിവ്. പക്ഷേ ഇത്തരത്തിൽ അവധി ദിവസമായതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ പലതും പ്രവർത്തിക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോചനം അല്ലെങ്കിൽ അബ്ദുൾ റഹീമിനെ നാട്ടിലെത്താൻ ചെറിയൊരു വൈകൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ബലിപെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ അവധിയാണ്. ഒരുപക്ഷെ ബലിപെരുന്നാളിന് മുൻപേ എത്താൻ സാധിച്ചില്ലെങ്കിൽ ബലിപെരുന്നാളിന് ശേഷമായിരിക്കും അബ്ദുൾ റഹീമിനെ നാട്ടിലെത്താൻ സാധിക്കുക. അത്രയും ദിവസം കൂടി ഒരുപക്ഷെ തുടരേണ്ടി വരും. പക്ഷേ പരമാവധി ഈ ബലിപെരുന്നാളിൻ്റെ അവധി പൂർണ്ണമായും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇത്തരം കമ്മിറ്റികളുടെ ഒക്കെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അബ്ദുൾ റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നിയമസഹായ സമിതിയും ഒപ്പം ഇന്ത്യൻ എംബസിയുടെ ആളുകളുമൊക്കെ തന്നെ അവിടെ നടത്തി വരുന്നത്. എന്തായാലും 20 വർഷമായി അബ്ദുൾ റഹീം സൗദിയിലെ ജയിലിലായിരുന്നു. ഈ പറയുന്ന പോലെ 2006 ഡ്രൈവർ ജോലിക്കായി പോയതാണ്. പിന്നീട് അവിടെ ജയിലിലാവുന്ന സാഹചര്യം 34 കോടി മലയാളികൾ ഒന്നടങ്കം പിടിച്ച് ദിയാധനമായി നൽകിയതിനു ശേഷമാണ് തരത്തിൽ അബ്ദുൾ റഹീമിൻ്റെ മോചനം സാധ്യമായത്. പക്ഷേ സൗദിയിലെ പൊതു നിയമപ്രകാരം തടവ് ശിക്ഷ വിധിക്കുകയും പിന്നീട് ഈ തടവ് ശിക്ഷയാണ് ഇപ്പോൾ 20-ാം തീയതി പൂർത്തിയായത്. ഇനിയിപ്പോൾ എന്തായാലും ഈ ബലിപെരുന്നാളിന് മുന്നേ തന്നെ അബ്ദുൾ റഹീമിന് എത്താൻ കഴിയുമെന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ബലിപെരുന്നാൾ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഈ ബലിപെരുന്നാളിൻ്റെ അവധി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയുമെന്നുള്ളതാണ് കുടുംബം അറിയിക്കുകയും ചെയ്തത്.